ഷമാ മുഹമ്മദ്, ഇത്തരം സംശയങ്ങൾ സാങ്കേതിക വിദഗ്ധരിൽ നിന്നും അല്ലാതെയും ധാരാളമായി അടുത്ത കാലങ്ങളിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ പോലും ഒരു കൺസേൺ ആവാത്തത് എന്തുകൊണ്ടാണ്? അജിം, സംസ്കാരം. നിങ്ങൾ അത് തെറ്റിദ്ധാരണയാണ്. കോൺഗ്രസിന് ഒരു കൺസേൺ അല്ലാത്തത്. 6 മാസം മുമ്പേ ഇന്ത്യ ബ്ലോക്കിൻ്റെ 24 പാർട്ടീസ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു മീറ്റിംഗ് വേണമെന്ന്. നിങ്ങളൊക്കെ ഇതുവരെ 6 മാസമായി ആ മീറ്റിങ്ങിന് സമയം തന്നിട്ടില്ല. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത് ഈ EVM പറ്റിയിട്ട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ മറ്റേ മധ്യപ്രദേശിന് തെരഞ്ഞെടുപ്പിന് ശേഷം കമൽനാഥും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിഗ്വിജയ് സിംഗും. പക്ഷേ എന്താ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയാം, നമ്മളിത് പറയുമ്പം അവർ പറയാം നിങ്ങൾക്ക് എപ്പോഴും മെഷീനിനെ കൊണ്ട് തോൽക്കുന്നത് നിങ്ങൾ ജയിക്കുമ്പം പറയൂല അതെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ടാക്റ്റിക്കാണ്. ചില സ്ഥലത്ത് നിങ്ങൾ ജയിക്കും, അവർക്കറിയാം, പക്ഷേ വേണ്ട സ്ഥലത്ത് അവർ തോൽക്കും. അപ്പം ഈ പ്രശ്നം ശരിക്കും നമ്മൾ നോക്കിയാന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തും ഇപ്പം ഇത് ആരും യൂസ് ചെയ്യില്ല. അമേരിക്ക ഇല്ല, യുണൈറ്റഡ് കിങ്ഡം ഇല്ല, ഫ്രാൻസ് ഇല്ല, ചൈന ഇല്ല, ആരും ഇല്ല. എനിക്ക് തോന്നുന്നു നൈജീരിയ ഉപയോഗിക്കുന്നുണ്ട്, ഓസ്ട്രേലിയ, വെനസ്വേല, ബ്രസീൽ. പക്ഷെ ഓസ്ട്രേലിയയിൽ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയർ വെച്ച് കൊടുക്കും പബ്ലിക്കിന് വെച്ചിട്ട് അവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് പറഞ്ഞു, ഈ സോഫ്റ്റ്വെയർ എന്തുകൊണ്ട് പുറത്ത് വെക്കാത്തതെന്ന്. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു ഇത് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല, ഇറ്റ് ക്യാൻ ബി ഹാക്ഡ്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അത് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആദ്യം ആദ്യം നമുക്ക് വെറും VVPAT ഇല്ലാണ്ട് സിംഗിൾ ചിപ്പായിരുന്നു. ഇപ്പം അത് മൾട്ടി പ്രോഗ്രാമിംഗ് ചിപ്പായിട്ടുണ്ട്. എന്തുകൊണ്ട്? VVPAT വന്നേരം. അപ്പം അതിൻ്റെ മറുപടി നമ്മൾ ചോദിച്ചു, അത് നിങ്ങൾക്ക് ടാമ്പർ ചെയ്യാൻ പറ്റുമെന്ന് RTI മറുപടിയിൽ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞു വേറൊരു കാര്യം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഫോർ എക്സാമ്പിൾ നമ്മൾ അമർത്തി VVPAT പേര് വരും. ആ VVPAT പേര് ആ സ്ലിപ്പ് ഞങ്ങൾക്ക് തരാം. അവിടുത്തെ വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്ക് സ്ലിപ്പ് തന്നിട്ട് ആ സ്ലിപ്പ് നമുക്ക് ബാലറ്റ് ബോക്സിലിടാം. അപ്പോൾ നമുക്ക് രണ്ടും ടാലി ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം അവരെന്താ ചെയ്യുന്ന, കുറച്ച് VVPAT സ്ലിപ്സാ തരുന്നുള്ളൂ, മനസ്സിലായില്ലേ, മറ്റേതില്ല. അപ്പോൾ ടാലി ചെയ്യാൻ പറ്റുന്നില്ല, ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മെഷീൻ 2003 വന്നതിന് ശേഷം ഏറ്റവും അധികം അതിൻ്റെ എതിരെ പ്രതിഷേധം ചെയ്ത് LK അഡ്വാനി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് പറ്റില്ല, ഇത് ഉടനെ മാറ്റണം. GVL നരസിംഹ റാവു, അവർ മെമ്പർ ഓഫ് പാർലമെൻറ്റാ, മുന്നേ ഒരു ദേശീയ വക്താവായിരുന്നു. അദ്ദേഹം അതിൻ്റെ മേലൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യവും ഇത് യൂസ് ചെയ്യുന്നില്ല. ജനാധിപത്യം ഡെമോക്രസീസ് വളരെ കുറവ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് നോക്കിയിട്ട് ഒരു ബാലറ്റ് ബോക്സ് തിരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ മേലൊരു ചർച്ച വേണം. ഞാൻ പറഞ്ഞ പോലെ VVPAT എല്ലാത്തിൻ്റെ വരട്ടെ, എല്ലാവരുടെ വോട്ടിൻ്റെ VVPAT വന്നിട്ട് അത് നമുക്ക് ബാലറ്റ് ബോക്സിൽ ഇടാലോ. ബിക്കോസ് ഈ EVM മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ ഈ ചിപ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് വരുന്നുണ്ട് ഇതിൻ്റെ ചിപ്പ്, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ അസംബിൾ ചെയ്യുന്ന. അപ്പം ഈ അസംബിൾ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാരൊന്നുമല്ല, അവർക്കൊന്നും അറിയില്ല. അവർ ആ മെഷീൻ അവിടെ ഇടും, അതിന് ആ അറേഞ്ച്മെൻറ്റ്സ് വെക്കും, പിന്നെ അതിൻ്റെ ശേഷം അത് ലോക്ക് ചെയ്യും, പിന്നെ അത് കൊണ്ടുപോകും. അപ്പം ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും അവരെന്നെയാണ് പറഞ്ഞത് ഈ മെഷീൻ ഈ സോഫ്റ്റ്വെയർ നമ്മൾ പുറത്ത് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറഞ്ഞത് ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഹാക്ഡ്. സോ ഇഫ് ഇറ്റ് ഇസ് ക്യാൻ ബി ഹാക്ഡ്, നമ്മൾ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? അതാണ് നമുക്ക് മനസ്സിലാക്കി. നമ്മൾ എപ്പോഴും പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഈ ആരോപണം ഉന്നയിക്കുമ്പം അവർ പറയാ നിങ്ങൾ യുവർ സോർ ലൂസ്, നിങ്ങൾ തോൽക്കുമ്പം പറയുന്ന കാര്യം, മറ്റ് നിങ്ങൾ എങ്ങനെ ഹിമാചലിൽ ജയിച്ചു, എങ്ങനെ കർണാടകയിൽ ജയിച്ചു, അങ്ങനെ പറയും. അപ്പോൾ ഇതൊരു ക്ലെവർ ടാക്റ്റിക് ആണ് ബേസിക്കലി ചില അപ്പം ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല, തോൽവി വിജയം. നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഇത് മാറ്റണം, ഈ മെഷീൻ മാറ്റണം. എന്തുകൊണ്ട് ചൈനക്കും ഞങ്ങളെ പോലത്തെ ജനസംഖ്യയുണ്ട്. ഇപ്പം ഞങ്ങൾ അവരാങ്കട്ടി കൂടിയിരിക്കുക, അവരെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് അമേരിക്ക ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് ഫ്രാൻസ് ഉപയോഗിക്കുന്നില്ല? നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അഡ്വാൻസ് ഡെമോക്രസീസ് ജർമ്മനി എല്ലാം അവർക്കൊരു നല്ല മെഷീൻ വന്നു കഴിഞ്ഞാൽ അവരുപയോഗിക്കും. ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇന്ന്, എന്തുകൊണ്ടാണ് അമേരിക്ക, എന്തുകൊണ്ടാണ് ജപ്പാൻ, എന്തുകൊണ്ടാണ് ഫ്രാൻസ്, എന്തുകൊണ്ടാണ് ജർമ്മനി, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ രാജ്യങ്ങൾ ജനാധിപത്യം? ഇപ്പം നമുക്ക് ഞങ്ങൾ വെസ്റ്റ് ഏഷ്യ, ഇന്തോനേഷ്യ, മലേഷ്യ, അവരാരും ഉപയോഗിക്കുന്നില്ലല്ലോ ഇത്.
നമ്മൾ മാത്രം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുള്ള ചോദ്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് സമയം തന്നിട്ട് ഒരു 4 ദിവസം മുമ്പേ പത്രസമ്മേളനം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് നേതാവ് ദിഗ്വിജയ് സിംഗ്. ശരി.